നമസ്കാരം. മൂന്നാറിൽ നിന്നും ഞങ്ങൾ മീശപ്പുലിമലയിലേക്ക് ഒരു സാഹസിക യാത്ര തുടങ്ങുകയാണ്. ജീപ്പിലാണ് യാത്ര. ഇപ്പോൾ സൈലന്റ് വാലിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. മൊത്തം ഒരു 25 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കണം എന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ അറിവ്. സൈലന്റ് വാലി വളരെ മനോഹരമായ പ്രദേശമാണ്. സൈലന്റ് വാലി കഴിഞ്ഞാൽ ജനവാസമുള്ള ഒരു ഗ്രാമമാണ് ഈ കാണുന്നത്. ഇവിടെ നിന്നും എന്തെങ്കിലും സാധനമെങ്കിൽ ഒന്നും കിട്ടത്തില്ല. നമ്മുടെ ജീപ്പ് ഇങ്ങനെ കയറ്റം കയറി ഓഫ് റോഡിൽ കൂടി, കല്ല് പതിച്ച റോഡിൽ കൂടി ഇങ്ങനെ സാഹസികമായി മുന്നോട്ട് പോവുകയാണ്. നമുക്ക് കാണാം തേയിലത്തോട്ടങ്ങളും വലിയ മരങ്ങളും വലിയ മേടുകളും വലിയ മലകളുമൊക്കെ താണ്ടി നമ്മളിങ്ങനെ മുന്നോട്ട് പോകുന്നു. നമ്മുടെ ലക്ഷ്യം ബേസ് ക്യാമ്പ്. ബേസ് ക്യാമ്പിൽ നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ ബേസ് ക്യാമ്പിനെ പറ്റി പറഞ്ഞാൽ ഇവിടെ നമ്മൾ താമസിക്കുകയാണ് ഒരു രാത്രിയിൽ. നമ്മളിവിടെ വരുമ്പോൾ നേരം വൈകിട്ടുണ്ട്, ഏതാണ്ട് ഒരു 5 മണിയോളമായിട്ടുണ്ട്. താമസിക്കാൻ പറ്റിയ സൗകര്യമുള്ള സ്ഥലം. നമ്മൾ ഈ ടൂറ് പ്ലാൻ ചെയ്യുമ്പോൾ ആ പാക്കേജിനകത്തുള്ളതാണ് ഈ ബേസ് ക്യാമ്പും കാര്യങ്ങളുമൊക്കെ. ഇവിടെ നിന്നും ഇനി നമുക്ക് നടന്നു വേണം സഞ്ചരിക്കാനായിട്ട്. ബേസ് ക്യാമ്പ് നല്ല സൗകര്യമുണ്ട്. ഓരോ 2 പേർക്കും താമസിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കോട്ടേജുകളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. നല്ല തണുപ്പുള്ള പ്രദേശമാണ്, നല്ല രസമുള്ള കാഴ്ചകളുള്ള പ്രദേശമാണ്. ഈ ബേസ് ക്യാമ്പിൽ നമ്മൾ ഇന്ന് കഴിഞ്ഞുകൂടുകയാണ്. ഇത് കണ്ടില്ല. അപ്പം നമ്മുടെ ക്യാമ്പിൽ പെടുന്ന ആളുകളെല്ലാം ഇവിടെ ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുണ്ട്. ഏതാണ്ട് ഒരു 70ഓളം പേര് വരുന്ന ഒരു ക്യാമ്പാണ് നമ്മുടെ. കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിൽ നിന്നും എത്തിച്ചേർന്നിട്ടുള്ള ആളുകളാണ് ഇവിടെ ഒന്നിച്ചുകൂടിയിരിക്കുന്നത്. വളരെ രസകരമായ കാഴ്ചകളാണ് നമുക്കിവിടെ കാണുവാനുള്ളത്. നേരം രാത്രിയായി. ഇവിടെ വിറക് കൂട്ടി ആഴി ഉണ്ടാക്കിയിരിക്കുകയാണ്. ഈ ആഴി ഇല്ലെങ്കിൽ ഇവിടെ കഴിഞ്ഞുകൂടാൻ വലിയ പ്രയാസമാണെന്നാണ് അനുഭവമുള്ളവർ പറയുന്നത്. എന്തായാലും ഇത് കണ്ടില്ലേ, വലിയ തീയുണ്ടാക്കി ആ തീയുടെ ചുറ്റും കൂടിയിരുന്ന് സംസാരിക്കുക, എന്തെങ്കിലും ഭക്ഷണങ്ങൾ കഴിക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാമാണ് ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു ടൂർ പ്രോഗ്രാമിന് 3500 രൂപയാണ് ഇവിടെ വാങ്ങുന്നത്. ഈ 3500 രൂപയ്ക്ക് ഉള്ള എല്ലാ സൗകര്യങ്ങളും 2 ഗൈഡ് അടക്കമുള്ള ആളുകൾ എല്ലാം നമുക്ക് ഇവിടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ചെയ്തു തന്നിട്ടുണ്ട്. നേരം 5 മണിയായി കഴിഞ്ഞു. പരവരാ വെളുപ്പിന് അതികഠിനമായ തണുപ്പ് ഉള്ള സമയത്ത് നമ്മളിങ്ങനെ മല കയറുകയാണ്. ഈ മലയെന്ന് പറഞ്ഞാൽ 8 മലയുണ്ട്. ഈ 8 മലയെ നമ്മൾ കയറി ചെല്ലുമ്പോഴാണ് ഈ മീശപ്പുലിമല കാണുന്നത്. സാഹസികമായ ഒരു യാത്രയാണ്, ജനവാസമുള്ള യാത്രയല്ല. ഇപ്പോൾ നമ്മൾ കാണുന്ന സൂര്യോദയത്തിൻ്റെ ഒരു ഭാഗമാണ്. ആ സൂര്യോദയം നമുക്ക് കാണാമല്ലോ. അപ്പോൾ ഏതാണ്ട് ഒരു 6 മണിയോടുകൂടി ആയി കാണും ഇപ്പോൾ സമയം. അടുത്തത് കാണുന്നതെല്ലാം വളരെ മനോഹരമായ പ്രദേശങ്ങളാണ്. ആ കാണുന്നതെല്ലാം നമ്മുടെ ക്യാമ്പിൽ പെടുന്ന ആളുകളാണ്. അങ്ങനെ ഓരോ മലയിങ്ങനെ കയറി ഇറങ്ങി വേണം നമ്മളിങ്ങനെ മീശപ്പുലിമലയിലെത്താനായിട്ട്. നമ്മൾ ഇപ്പോൾ രണ്ടാമത്തത് മല കയറിക്കഴിഞ്ഞു. നമ്മൾ വീണ്ടും 3ാമത്തെ മലയിലേക്ക് കയറുകയാണ്. വീണ്ടും ഇറക്കമാണ് ഇറങ്ങുന്നത്. വളരെ മനോഹരമായ പ്രദേശം. ഇത് കണ്ടില്ലേ, ഏതെല്ലാം രീതിയിലുള്ള പുല്ലുകളും പുഷ്പങ്ങളും ഒക്കെയാണ് ഇവിടെ ഇരിക്കുന്നത്. നോക്കി, വളരെ മനോഹരമാണ്. നമ്മൾ അടുത്ത കുന്നിലേക്ക് കയറുകയാണ്. അടുത്ത കുന്നിലേക്ക് കയറി വീണ്ടും നമ്മൾ ഈ പ്രദേശം ആകമാനം നോക്കിക്കഴിയുമ്പോൾ എന്തൊരു മനോഹരമായ പ്രദേശമാണ്. ഇത് കണ്ടില്ലേ, നമ്മൾ വീണ്ടും കയറിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത മലയിലേക്ക്.
ഇങ്ങനെ നമ്മളിങ്ങനെ യാത്ര തുടരുന്നു. ഓരോ മലകളും കയറി വീണ്ടും കയറിക്കൊണ്ടിരിക്കുന്നു അടുത്ത മലയിലേക്ക്. ഇങ്ങനെ ഇത് കണ്ടില്ലേ, അകലേക്ക് നോക്കിക്കാൻ മഞ്ഞിറങ്ങി നിൽക്കുകയാണ്. അകലേക്ക് ഇത് കണ്ടില്ലേ, കാണുന്നതാണ് നമ്മുടെ മീശപ്പുലിമല. ചൂണ്ടിക്കാണിച്ചു കൊടുക്കുക. ആ മീശപ്പുലിമല പ്രദേശത്ത് എത്തണമെങ്കിൽ ഇനിയും കുറേ ദൂരം നടക്കണം. എത്ര മനോഹരമായ പുഷ്പങ്ങളും കാഴ്ചകളും പുല്ലുകളും കുഞ്ഞു കുഞ്ഞു മരങ്ങളും എല്ലാമാണ് ഇവിടെ ഉള്ളത്. വഴിയൊക്കെ കുത്തിപ്പിടിച്ചാട്ടോ കയറുന്നത്. അതുപോലെ പ്രയാസമാണ്, ചെറിയ കാര്യമൊന്നുമല്ല. ചെറുപ്പക്കാരായ ആളുകൾക്ക് മാത്രമേ ഇവിടെ കയറാനൊക്കെ ഉള്ളൂ. മഞ്ഞിറങ്ങി കിടക്കുകയാണ്. വെളുത്ത മഞ്ഞ് കണ്ടില്ലേ, അങ്ങ് അകലേക്ക് നിങ്ങൾ നോക്കണം. എത്ര മനോഹരമായ കാഴ്ചയാണ്, എത്ര സുന്ദരമായ കാഴ്ച. എവിടെയെങ്കിലും ഈ ഭൂമിയിൽ ഇതുപോലെ നമുക്ക് കാണാൻ പറ്റുമോ? പറ്റണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കയറി അവിടെ ചെല്ലുന്നത്. മീശപ്പുലിമലയിലേക്ക് നമ്മളിങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ കാഴ്ചകളാണ് നമ്മളിങ്ങനെ കാണുന്നത്. അപ്പോൾ സൈലന്റ് വാലിയിൽ നിന്നാണ് നമ്മൾ മനോഹരമായ കാഴ്ചകൾ കണ്ടിങ്ങനെ കയറി 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 വരുന്നത്. അവിടെ ആ കൈ കാണിക്കുന്നത് കണ്ടില്ലേ, ആ കൈ കാണിക്കുന്നത് കണ്ടോ? എത്ര മനോഹരമാണ് ആ കാഴ്ച. അയ്യോ, ഭയങ്കരമാണ്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ പ്രദേശത്ത് വന്നാൽ ഇതേ അനുഭവം ഉണ്ടാകും. ഒരിക്കലെങ്കിലും വരണം. ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾക്ക് മാത്രമേ പറ്റുള്ളൂ കേട്ടോ. പ്രായമുള്ള ആളുകൾക്ക് ഈ 7 മലയും കടന്ന് അവിടെ വരിക എന്ന് പറഞ്ഞാൽ വളരെ വളരെ സാഹസികമായ ഒരു ജോലിയാണ്. ഇത് കണ്ടില്ലേ, മീശപ്പുലിമലയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. മീശപ്പുലിമലയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. സംഘങ്ങളൊക്കെ വളരെ സന്തോഷത്തിലാണ്. മീശപ്പുലിമലയിൽ നിന്നും നോക്കുമ്പോൾ കാണുന്ന മനോഹരമായ കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഒരു വലിയ മല കണ്ടോ? ആ മലയാണ് കൊളുക്കുമല എന്ന് പറയുന്നത്. ആ കൊളുക്കുമല വലിയ മലയാണെന്ന് നമുക്ക് തോന്നുമെങ്കിലും മീശപ്പുലിമലയുടെ താഴെയാണ് ആ മലയുടെ ഉയരം. അപ്പോൾ പുലിമലയിൽ നിന്നും നമ്മൾ നോക്കുമ്പോൾ കാണുന്ന ഈ കാഴ്ച ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത കാഴ്ചയാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. ഒരിക്കലെങ്കിലും ഇവിടെ വന്ന് ഈ കാഴ്ചകളെല്ലാം കാണുവാൻ നമുക്ക് ഭാഗ്യമുണ്ടാകണം എന്ന് മാത്രമേ നമ്മൾ കരുതുന്നുള്ളൂ. നമ്മൾ മടക്കയാത്രയിലാണ്. കാണാനുള്ളതെല്ലാം കണ്ടു. നമ്മുടെ സംഘാംഗങ്ങളെല്ലാവരുമുണ്ട്. ഇറക്കവും കയറ്റവും ഉള്ള ഇറക്കമാണ്. വളരെ വിസ്തൃതിയുള്ള ഒരു പ്രദേശത്ത് കൂടിയാണ് ഇപ്പോൾ പോകുന്നത്. ഇപ്പോൾ പൈൻ മരത്തിൻ്റെ അടുത്തുകൂടിയാണ് പോകുന്നത്. ചെറിയ ചെറിയ കുറ്റിമരങ്ങളാണ്. ഈ കയറ്റം കയറി ചെല്ലുമ്പോൾ ഒരു പൈൻ കാട് നമുക്ക് കാണാം. വലിയ കയറ്റമാണ്. ഇത് കണ്ടില്ലേ, സാഹസികമായ യാത്രയാണെന്ന് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു. വടിയെല്ലാം കുത്തിപ്പിടിച്ചാണ് കയറുന്നത് ചെറുപ്പക്കാർ, പിള്ളേർ. തണുപ്പ് ഉണ്ടെങ്കിൽ ഇപ്പോൾ തണുപ്പ് അവർക്ക് തോന്നുന്നില്ല. ഷർട്ടെല്ലാം ഊരിപ്പിടിച്ചിരിക്കുന്നു, സ്വെറ്ററെല്ലാം മാറ്റിയിരിക്കുന്നു. അതുപോലുള്ള തണുത്ത ഭാഗമാണ്. പോരാത്തതിന് വെയിലുമുണ്ട്. അതുകൊണ്ട് വളരെ സുഖമായ യാത്ര. ഇതായി കാണുന്നത് മൃഗങ്ങളുടെ അസ്ഥിയാണ്. ഇവിടെ നായാട്ട് നടത്തുന്ന മൃഗങ്ങൾ കൊണ്ടുവന്ന് ഇട്ടിരിക്കുന്നതാണ്. പൈൻ കാട്. ഈ പൈൻ കാടിൽ കൂടി കടന്ന് നമ്മളിങ്ങനെ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മനോഹരമായ കാഴ്ച ഇവിടെ കാണാം. ഇതാണ് മാജിക് മഷ്റൂം എന്ന് പറയുന്ന ഒരു കൂണുവർഗത്തിൽപ്പെടുന്ന ഒരു സസ്യമാണ്. ഇത് വിഷം ഉള്ളതാണ്, തൊടരുത് എന്നുള്ള നിർദ്ദേശങ്ങളാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. ഇത് കണ്ടില്ലേ, നമ്മുടെ നടപ്പെല്ലാം അവസാനിച്ചു. ഇനി നമുക്ക് ജീപ്പിൽ കയറി യാത്ര ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.